ഓക്കെ, 1 മുതൽ 4 വരെ ഉള്ളത് 4 വരെയല്ലേ കാണിച്ചേക്കുന്നത്? ഓക്കെ. ഒന്നാമത്തെ, യുനെസ്കോയുടെ ലോക പൈതൃക പട്ടിക പദവി ലഭിച്ച ഇന്ത്യയിലെ സർവകലാശാല. ഓപ്ഷൻ എ വിശ്വഭാരതി സർവകലാശാല. JC ഡാനിയൽ പുരസ്കാരം ആദ്യമായി ലഭിച്ചത് ആർക്ക്? TE വാസുദേവൻ. കോമൺവെൽത്ത് ഗെയിംസ് ആദ്യമായി നടന്നത് എവിടെയാണ്? ഹാമിൽട്ടൺ. ഹാങ്ചോ ഏഷ്യൻ ഗെയിംസിൽ ഇന്ത്യക്ക് എത്ര മെഡൽ ലഭിച്ചു? 107. നിതി ആയോഗിന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ BVR സുബ്രഹ്മണ്യൻ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ 1929 ലാഹോർ സമ്മേളനത്തെ കുറിച്ച് ശരിയായ പ്രസ്താവന ഏത്? 6. ഓപ്ഷൻ എ 1. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന്റെ ലക്ഷ്യം പൂർണ്ണ സ്വരാജ്. ഏഴ്, തെറ്റായ ജോഡി. ഓപ്ഷൻ ഡി അനുശീലൻ സമിതി. 8, ശാശ്വത ഭൂനികുതി വ്യവസ്ഥയെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവന. ശാശ്വത ഭൂനികുതി വ്യവസ്ഥയിൽ ഒരു പ്രദേശത്തെ നികുതി പിരിച്ചെടുത്തത് സെമീന്ദാർമാരായിരുന്നു. വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിലാണ് നടപ്പിലാക്കിയിരുന്നത്. കോൺവാലിസ് പ്രഭു ഗവർണർ ജനറൽ ആയിരുന്ന സമയത്താണ്. ഏതാണ്? 1ഉം 3ഉം ആണ് ശരിയായിട്ട് വരുന്നത്. 8. ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഹീരാലാൽ സമരിയ ആണോ?
ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡ്, ടിബറ്റ് എന്നിവയിൽ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാനപ്പെട്ട ചുരം ബത്ത. ഓപ്ഷൻ എ ലിപു ലേക്ക്. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഹിമാലയൻ നദി. അതിവിസ്തൃതമായ വൃഷ്ടിപ്രദേശം. കഠിനശിലകളായതിനാൽ ആഴം കൂടിയ താഴ്വരകൾ സൃഷ്ടിക്കപ്പെടുന്നില്ല. സമുദ്രങ്ങളിൽ ഉൾനാടൻ ജലഗതാഗതത്തിന് സാധ്യത. താരതമ്യേന വിസ്തൃതി കുറഞ്ഞ വൃഷ്ടിപ്രദേശം. ചുവടെ നൽകിയിരിക്കുന്നവയിൽ മില്യൺ ഷീറ്റുകളുടെ തോത് ഏത്? ഓപ്ഷൻ ഡി. നവംബർ മുതൽ മാർച്ച് വരെയുള്ള ഇന്ത്യയിലെ കാർഷിക കാലം 13. ഓപ്ഷൻ ഡി റാബി. ഇടുക്കി കേരളത്തിലെ ഏറ്റവും വലിയ ജില്ലയാകുവാൻ കൂട്ടിച്ചേർത്ത വില്ലേജ് 14. ഓപ്ഷൻ സി ഇടമലക്കുടി. ഔട്ട്സോഴ്സിംഗുമായി ബന്ധമില്ലാത്തത് ഏത്? 15. ആൻസർ ഈസ് ഓപ്ഷൻ ഡി 4 മാത്രം. ഏഷ്യൻ ഗെയിംസ് 2023 ഇന്ത്യയുടെ മെഡൽ നില താഴെ തന്നിരിക്കുന്നതിൽ ശരിയായത് ഏത്? ഓപ്ഷൻ എ ആണ്. 28 സ്വർണം, 38 വെള്ളി, 41 വെങ്കലം. ഇന്ത്യയുടെ ധാതു കലവറ എന്നറിയപ്പെടുന്ന പ്രദേശം ഏത്? 17. ഓപ്ഷൻ ബി ഛോട്ടാ നാഗ്പൂർ. ഇന്ത്യയിലെ ആസൂത്രണ കമ്മീഷനുമായി ബന്ധമില്ലാത്തത് ഏത്? 18. ഓപ്ഷൻ ഡി റിസർവ് ബാങ്ക്. 19. സപ്തർഷി എന്ന പദം താഴെ പറയുന്നവയിൽ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ബി 2023-24 ബജറ്റ്.
20 ഓപ്ഷൻ ഡി. നിർമ്മാണ സഭയുമായി യോജിക്കുന്ന പ്രസ്താവന. ഭരണഘടനാ നിർമ്മാണ സഭയിലെ തെരഞ്ഞെടുപ്പ് നടന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തിന്റെ അടിസ്ഥാനത്തിൽ. ലെ ക്യാബിനറ്റ് മിഷൻ പ്ലാൻ നിർദ്ദേശിച്ച മാർഗനിർദ്ദേശ തത്വങ്ങൾക്കനുസരിച്ചിട്ടാണ് ഭരണഘടനാ നിർമ്മാണം സ്വീകരിച്ചത്. 25 വനിതാ അംഗങ്ങൾ ഉണ്ടായിരുന്നു. ഭരണഘടനയിലെ അന്തിമ കരട് രൂപരേഖ 49 നവംബർ 26 അംഗീകരിച്ചു. നവംബർ 26. എന്താ? ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 1, 2, 3. ഇന്ത്യയിലെ ജനങ്ങൾ. ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകരിച്ച ജവഹർലാൽ നെഹ്റുവിന്റെ ലക്ഷ്യപ്രമേയമാണ് ആമുഖത്തിന് പിന്നിലെ ആദർശങ്ങൾ. 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ സെക്യുലർ എന്ന പദം കൂട്ടിച്ചേർത്തു. ആമുഖം അമേരിക്ക. ഇന്ത്യൻ ഭരണഘടനയുടെ എത്രാമത്തെ ഭാഗത്താണ് പൗരത്വത്തെ പറ്റി പ്രതിപാദിച്ചിരിക്കുന്നത്? 22 ഓപ്ഷൻ ബി ഭാഗം 2. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ബി ആർ അംബേദ്കർ വിശേഷിപ്പിച്ചത്? 23 ഓപ്ഷൻ സി. OMR തന്നെ എഴുതണേ. ആർട്ടിക്കിൾ 32. ഇന്ത്യൻ പഞ്ചായത്തി രാജ് സംവിധാനം നടപ്പിലാക്കിയ 73-ാം ഭരണഘടനാ ഭേദഗതി നിയമവുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവന ശരി കണ്ടെത്തുക. സംസ്ഥാനങ്ങളിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്ന ത്രിതല സംവിധാനം സ്ഥാപിക്കുന്നതിന് നിയമം വ്യവസ്ഥ ചെയ്തു. പഞ്ചായത്തിലെ 3 തലങ്ങളിലേക്കും 5 വർഷത്തെ ഓഫീസ് കാലാവധി നിയമത്തിൽ വ്യവസ്ഥ ചെയ്യുന്നു. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നതിനും പഞ്ചായത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടത്തുന്നതിനുള്ള ചുമതല കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ്. പഞ്ചായത്തിന്റെ എല്ലാ തലങ്ങളിലുമുള്ള മൊത്തം സീറ്റുകളുടെ 1/3 കുറയാതെ സ്ത്രീകൾക്കായി സംവരണം ചെയ്തു. 24 ഓപ്ഷൻ സി. 1, 2, 4 ശരി. ഭരണഘടനാ സ്ഥാപനമല്ലാത്തത്? 25 ആൻസർ ഈസ് ഓപ്ഷൻ ബി നീതി ആയോഗ്. അയ്യോ ഇല്ല, കഴിയില്ല. ഒരബദ്ധം പറ്റിയല്ല. ഞാൻ വിചാരിച്ച അടുത്ത സ്ലൈഡ് ആയിരിക്കില്ല എന്ന് വിചാരിച്ചിട്ട്.
ഓക്കെ. ലോക്സഭയിലും സംസ്ഥാന നിയമസഭയിലും 3/1 സീറ്റുകൾ സ്ത്രീകൾക്കായി സംവരണം ചെയ്തതിനായി പാർലമെന്റ് പാസാക്കിയ ഇന്ത്യൻ ഭരണഘടനയുടെ 106 ഭേദഗതി നിയമത്തിന് നൽകിയിരിക്കുന്ന പേര് 26. ഓപ്ഷൻ സി നാരി ശക്തി വന്ദൻ അധിനിയം. വന്ദനോടുണ്ട്, അല്ലെങ്കിൽ പെട്ടുപോകും അല്ലേ. സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് ആര്? 27. ഓപ്ഷൻ ബി ഗവർണർ. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ചെയർമാൻ 28. ഓപ്ഷൻ ഡി മുഖ്യമന്ത്രി. മാതാപിതാക്കൾ രണ്ടുപേരും അഥവാ ഒരാൾ മരണപ്പെട്ട് സാമ്പത്തിക പരാധീനത അനുഭവിക്കുന്ന കുടുംബങ്ങളിലെ കുട്ടികൾക്ക് സ്വഭവനങ്ങളിൽ ബന്ധുഭവനങ്ങളിൽ താമസിച്ച് വിദ്യാഭ്യാസം ചെയ്യാൻ കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പ്രതിമാസം നൽകുന്ന ധനസഹായ പദ്ധതിയുടെ പേര് 29. ഓപ്ഷൻ ബി സ്നേഹപൂർവ്വം. വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യമാക്കി സംസ്ഥാന തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആവിഷ്കരിച്ച കുടുംബശ്രീയുമായി യോജിക്കുന്ന പ്രസ്താവനകൾ കണ്ടെത്തുക. 30. ആൻസർ ഈസ് ഓപ്ഷൻ ഡി എല്ലാം. സംവിധാനത്തിലെ അടിസ്ഥാന ഘടകം അയൽക്കൂട്ടം. വാർഡ് തലത്തിൽ ഓരോ അയൽക്കൂട്ടത്തിൽ നിന്നും പ്രതിനിധികളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്നത് ADS. കുടുംബശ്രീ സംവിധാനത്തിന്റെ അടിത്തറ ലഘു സമ്പാദ്യ പദ്ധതി മൈക്രോ ഫിനാൻസ്. സംസ്ഥാന സർക്കാരിന്റെ ലോക്കൽസ് ഓഫ് ഗവൺമെന്റ് ആണ് കുടുംബശ്രീ പ്രവർത്തിക്കുന്നത്. കണ്ണുനീരിൽ അടങ്ങിയിരിക്കുന്ന രാസാഗ്നി 31. ഓപ്ഷൻ ബി ലൈസോസൈം. ഓട്ടിസം ബാധിച്ചവരുടെ സമഗ്ര പുരോഗതിക്കായി കേരള സാമൂഹിക സുരക്ഷാ മിഷൻ നടപ്പാക്കുന്ന പദ്ധതി 32. ആൻസർ ഈസ് ഓപ്ഷൻ ഡി സ്പെക്ട്രം. ചിപ്കോ പ്രസ്ഥാനത്തിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് രൂപം കൊണ്ട പരിസ്ഥിതി സംഘടനയായ അപ്പിക്കോ ഇന്ത്യയിലെ ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? 33. ആൻസർ ഈസ് ഓപ്ഷൻ എ ആണ് കർണാടക. ചുവടെ കൊടുത്തിരിക്കുന്നതിൽ നിന്നും ജീവിതശൈലി രോഗങ്ങൾ തിരിച്ചറിയുക. 34. ആൻസർ ഈസ് ഓപ്ഷൻ ജി 1ഉം 2ഉം. ഹിമോഫീലിയ ജനിതക രോഗം. ഓക്കെ. 35 കോൺവെക്സ് ദർപ്പണവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ. 35. ആൻസർ ഈസ് ഓപ്ഷൻ സി 2ഉം 3ഉം ശരി. റിയർ വ്യൂ ആയിട്ട് ഉപയോഗിക്കുന്നു. പ്രതിബിംബം എല്ലായ്പ്പോഴും മുഖ്യ ഫോക്കസിനും ബോളിനും ഇടയിൽ രൂപപ്പെടുന്നു. വളരെ അകലെ ഉള്ള പ്രകാശരശ്മികളെ മുഖ്യ ഫോക്കസിലേക്ക് കേന്ദ്രീകരിക്കുന്നു. തെറ്റ്. കോൺകേവ് ആണ് അങ്ങനെ ചെയ്യുന്നത്. ഒരു ദ്രാവകത്തിലെ ഒരു വസ്തുവിന് അനുഭവപ്പെടുന്ന പ്ലവക്ഷമ ബലവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 36. ആൻസർ ഈസ് ഓപ്ഷൻ ഡി എല്ലാം ശരി. പ്ലവക്ഷമ ബലം വ്യാപ്തത്തെ ആശ്രയിക്കുന്നു. പ്ലവക്ഷമ ബലം വസ്തു ആദേശം ചെയ്യുന്ന ദ്രാവകത്തിന്റെ ഭാരത്തിന് തുല്യമായിരിക്കും. പ്ലവക്ഷമ ബലം ആ ദ്രാവകത്തിന്റെ
സാന്ദ്രതയെ സ്വാധീനിക്കുന്നു? മുപ്പത്തി 37 ഓപ്ഷൻ എ എല്ലാം ശരി. ഓഗസ്റ്റ് 23 ലാൻഡ് ചെയ്തു, ഭ്രമണപഥത്തിൽ പ്രവേശിച്ചു ഓഗസ്റ്റ് 5, ജൂലൈ 14 വിക്ഷേപിച്ചു. 3 കണ്ടന്റും പഠിച്ചു. 38 ആൻസർ ഈസ് ഓപ്ഷൻ ബി, മൂന്നാം പീരീഡ് ഒന്നാം ഗ്രൂപ്പ്. ആറ്റത്തിന് 3 ഷെല്ലുകളുണ്ട്. ഈ മൂലകത്തിന്റെ ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ എന്താണ് ഈ മൂലകം ഏത് പീരീഡും ഗ്രൂപ്പിലും വരുന്ന ചോദിച്ചിരിക്കുന്നത്? ഒരു മൂലകത്തിന്റെ ആറ്റത്തിന് 3 ഷെല്ലുകളുണ്ട്. 3 ഷെല്ല് എന്ന് പറയുമ്പോൾ ആ ഷെല്ലുകളുടെ എണ്ണമാണ് പീരീഡ് എന്ന് പറയുന്നത്. ബാഹ്യതമ ഷെല്ലിൽ ഒരു ഇലക്ട്രോൺ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ്. ബാക്കിക്കൊന്നും ആ രീതിയിലല്ല വരുന്നത്. SPD. ഓക്കെ, ആൻസർ ഈസ് 39 ഓപ്ഷൻ സി. 2, 3 ശരി. ഊർജ്ജനഷ്ടം സംഭവിക്കുന്നില്ല. ഊർജം വളരെ കൂടുതലായിരിക്കും, അകലം വളരെ കുറവായിരിക്കുന്നില്ല, കൂടുതലായിരിക്കും. രസതന്ത്ര നോബൽ പ്രൈസ് പുരസ്കാരം താഴെ പറയുന്നതിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ് കൊടുത്തത്? 40 ഓപ്ഷൻ ഡി, ക്വാണ്ടം ഡോട്ട്. അപ്പൊ നിങ്ങളുടെ മാർക്കൊക്കെ എന്ന് പറഞ്ഞ 40 ചോദ്യങ്ങളാണ്. ഇത് ഡ്രൈവർ പരീക്ഷയാണ് 40 എണ്ണേ ഉള്ളായിരുന്നു അതിനകത്ത്. അപ്പൊ നിങ്ങൾക്ക് നമ്മുടെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് മെയിൻസിനകത്ത് പൂർണ്ണമായിട്ടുള്ള കോഴ്സിൽ ജോയിൻ ചെയ്യണമെങ്കിൽ 799 ആണ്. ഇനി നിങ്ങൾക്ക് പേപ്പർ 2 മാത്രം മതിയെങ്കിൽ പുതിയ റെക്കോർഡ് പ്ലസ് PDF മാത്രമായിട്ട് വേണ്ടത് മാത്രം വന്നിട്ടുള്ളത് 399 ഇന്നലെ മുതൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് ഏകദേശം ഒരു 70 മണിക്കൂറിന്റെ ക്ലാസ്സസും PDF ആണ് കൊടുത്തിരിക്കുന്നത്. അത്രയും പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 50+ മാർക്ക് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷൻ ഒഴികെ ബാക്കി എല്ലാ സബ്ജക്റ്റിനോട് ചേർന്നിട്ട് അതിനകത്ത് അവൈലബിൾ ആയിരിക്കും. കോൺസ്റ്റിറ്റ്യൂഷൻ അതിനകത്ത് ഇടുന്നതിൽ നോർമലി എല്ലാവർക്കും അറിയാം 80 മാർക്കിനകത്തൊന്നും 50 മാർക്ക് ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. പിന്നെ കോൺസ്റ്റിറ്റ്യൂഷനോടെ നോക്കിക്കഴിഞ്ഞാൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് നല്ലൊരു മാർക്കിലേക്ക് പോകാൻ പറ്റും. ഈ 10th ലെവൽസിന് BFAക്കും ബെപ്കോയ്ക്കും ഒക്കെ ഉള്ള ഫോക്കസ് ഏരിയയുടെ ബാച്ച് 500 rupees ആണ്. പിന്നെ അതുപോലെ തന്നെ എല്ലാ ദിവസവും നമ്മുടെ ഫ്രീ ക്ലാസ് 12 മണിക്കാണ് വരുന്നത്. ഇനി പിന്നെ സാറ്റർഡേ ആയതുകൊണ്ടാണ്. +2 ലെവൽസിനും ഇതുപോലെ തന്നെ 599 ആണ് വരുന്നത്. ക്വസ്റ്റ്യൻ പേപ്പറിന്റെ കണക്റ്റഡ് പോയിന്റ്സ് മാത്രം പഠിക്കുക. സിലബസിനേക്കാൾ കൂടുതൽ കണ്ടന്റ് ഉണ്ട് ഇവിടെ വരുമ്പോൾ നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതിന്റെ കോംബോ ഓഫർ ഇപ്പൊ അവൈലബിൾ ആണ്. 799 ആണ് പ്രൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്. 10ന്റേതും +2ന്റേതും രണ്ടും കൂടി നല്ല ലെവലിലേക്ക് നിങ്ങൾക്ക് ഉയരാൻ സാധിക്കുന്നതാണ്. അപ്പൊ മാർക്കൊക്കെ പെട്ടെന്ന് പറഞ്ഞോളൂ. താല്പര്യമുള്ളവർ ഈ വാട്സ്ആപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്താൽ മതി കേട്ടോ. നിങ്ങളുടെ ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. 32 40 ഓക്കെ. എന്താ പറ്റി? 34 മീനു. കല്യാണിക്കുട്ടി 33, ശില്പ 35.66, പ്രജീഷ് 33, അനീഷ് 33, ഷാബിൻ 26, അശ്വതി 30,
വിഷ്ണുപ്രിയ 30, ധനുഷ 36. മാർക്ക് ഞാൻ ഇനി കാൽക്കുലേറ്റ് ചെയ്യണോ? ഓക്കെ, 40 ശരി 6 തെറ്റ്. അപ്പൊ 32.33. ഇങ്ങനെ മാർക്ക് വരുമോ എവിടെയെങ്കിലും? അങ്ങനെയാണോ മാർക്ക് വരുന്നത്? എക്സാം ഇല്ല നാളെ, സൺഡേ. നാൽപ്പത് ശരി 6 തെറ്റ്. 6ന്റെ മൈനസ് കൂടെ മാറിയിട്ടായിരിക്കും അത്രയും പറഞ്ഞത്. അല്ല, മൊത്തം ആയിരിക്കും പറയുന്നത്. 40 ശരി 6 തെറ്റ്. അപ്പൊ എത്ര വരും? പക്ഷെ ആകെ 40 ക്വസ്റ്റ്യൻ അല്ല ഉള്ളോ. 40 ശരിയാ. 40 എങ്ങനെ ശരിയാവുന്നത്? പറയുന്നതിനകത്ത് ഒരു ഇത് വേണ്ട അല്ലേ? 40 ക്വസ്റ്റ്യനകത്ത് 40 ശരി എങ്ങനെ വരുന്നതാ? മുപ്പത്തി 4 വരും അല്ലേ? 34 ശരിയുള്ളൂ, 6 തെറ്റ്. അപ്പൊ 6 തെറ്റ് അങ്ങനെയാ പറയേണ്ടത് കേട്ടോ നഷ്മു. ഇപ്പൊ പറയുന്ന രീതിയിലല്ല. 40 ശരിയല്ല. എത്ര 40 നമ്മൾ അറ്റൻഡ് ചെയ്തു. 40 ശരിയായിട്ടുള്ളത് 30 ശരി, 34 ശരി. 6 2 മാർക്ക് കൂടെ പോയി. ടോട്ടൽ 32 മാർക്കേ വരത്തുള്ളൂ. അങ്ങനെയല്ലേ? നമുക്ക് ആകെ ക്വസ്റ്റ്യൻ പേപ്പർ 40. അതിനകത്ത് ആകെപ്പാടെ തെറ്റെണ്ണം വന്നിരിക്കുന്നത് 6 തെറ്റ് വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ അറ്റൻഡ് ചെയ്തിരിക്കുന്ന എത്ര എണ്ണം വരും? 40 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 34 വരും. 34ന് ഈ 6ന്റെ മാർക്ക് കൂടെ കുറയ്ക്കും, 2 മാർക്ക്, 32. ഇങ്ങനെയാ കുറയ്ക്കേണ്ടത്. ടോട്ടൽ നമ്മൾ അറ്റൻഡ് ചെയ്ത ക്വസ്റ്റ്യൻ എത്ര ഉണ്ട്, നമുക്ക് എത്ര എണ്ണം മൈനസ് ആയിട്ടുണ്ട്, അതേ മൈനസ് ഇതിന്റെ മൈനസ്, അങ്ങനെ വേണം കുറയ്ക്കാൻ. ഓക്കെ, റിവിഷൻ വേണ്ടേ ഇന്ന്? അറക്കും. ഇതിന്റെ ഫയൽ വന്നോ നോക്കൂ. വന്നോ? ഓക്കെ. ഇതിന്റെ എല്ലാം കണ്ടന്റ് നമുക്ക് ടെലഗ്രാം ചാനലിൽ അവൈലബിൾ ആണ്. റിവിഷന്റേതും എല്ലാ അപ്ഡേഷൻസും ടെലഗ്രാമിൽ കൊടുക്കും, സിജി ബിജൂസ് അക്കാദമിയിൽ. അപ്പം ഇന്ന് നമ്മൾക്ക് റിവിഷൻ ഡേ 8 ആണ്. ജോയിൻ ചെയ്തിട്ടില്ലാത്തവർ ടെലഗ്രാമിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ ആപ്പിന്റെ ലിങ്കും എല്ലാം അവൈലബിൾ ആയിരിക്കും. ഡേ 8 ഓക്കെ, ഫയൽ വന്നോ? ഓക്കെ. ഡി കെ കാർവ ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് എവിടെയാണോ? പെട്ടെന്ന് പറഞ്ഞേ. മഹാരാഷ്ട്ര. ബംഗാളിലെ കർഷകർ നടത്തിയ സന്യാസി കലാപം പ്രമേയമാക്കി രചിച്ച നോവലുകളിൽ ശ്രദ്ധേയം. ആനന്ദമഠം. അടുത്ത ക്വസ്റ്റ്യൻ. പ്ലാസി യുദ്ധം ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇളക്കിയിട്ടും ജാലിയൻ വാലാബാഗ് സംഭവം എന്താ ബ്രിട്ടീഷ് ഭരണത്തിന്റെ അടിത്തറ ഇട്ടെങ്കിലും ഇളക്കി ഗാന്ധിജി. ദേശീയ പ്രസ്ഥാനത്തിന്റെ നഴ്സറി ബംഗാൾ. ദേശീയ സമരകാലത്തെ പ്രധാന പത്രമായിട്ടുള്ള അൽ ഹിലാലിന്റെ നേതൃത്വം നൽകിയത് ആര്? അൽ ഹിലാൽ. മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട് തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റേത്? ഓപ്ഷൻ ഡി ലക്ഷ്യപ്രമേയം, ബി ആർ അംബേദ്കർ. ഇന്ത്യൻ ഭരണഘടനയുടെ സവിശേഷത കണ്ടെത്തുക. 1, 2, 4. ദൃഢവും അയവുള്ളതുമായ ഭരണഘടന, ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ, മാർഗനിർദ്ദേശക തത്വങ്ങൾ.
താഴെ തന്നിരിക്കുന്ന പ്രസ്താവനയിൽ ഏത് ഭരണഘടനാ സ്ഥാപനത്തിന്റെ ചുമതലകളെ സൂചിപ്പിക്കുന്നു? ഇംപീച്ച് നടപടികളിൽ ജുഡീഷ്യൽ അധികാരിയായി പ്രവർത്തിക്കാം, രാഷ്ട്രപതി ഉപരാഷ്ട്രപതി തെരഞ്ഞെടുപ്പുകളിൽ പങ്കാളികൾ ആവുക, ഭരണഘടനാ ഭേദഗതി പരിഗണിക്കലും അംഗീകരിക്കലും. ഏതാണ്? ഓപ്ഷൻ ബി പാർലമെന്റ്. സാംസ്കാരികവും അടുത്തെന്ത് പറ? മൗലിക അവകാശങ്ങൾ കണ്ടെത്തുക. ഒന്നും രണ്ടും ആണ്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. നിങ്ങളുടെ രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടാതിരിക്കുന്നതിന്റെ പരിണിത ഫലം നിങ്ങളെക്കാൾ മോശമായവർ നിങ്ങളെ ഭരിക്കുമെന്നാണ്. ആരുടെ വാക്കുകൾ? എന്തോരം ചോദ്യങ്ങൾ അല്ലേ? പ്ലേറ്റോ. കേരളത്തിലെ ഒരു നവോത്ഥാന നായകനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ക്ഷേത്രപ്രവേശനവും സഞ്ചാര സ്വാതന്ത്ര്യവും അനുവദിക്കാം, മിശ്രഭോജനം നടത്തി, വിദ്യയും വിദ്യവും ഉണ്ടെങ്കിലും മനുഷ്യപുരോഗതി സാധ്യമാകൂ. ചട്ടമ്പി സ്വാമികൾ. തന്നിരിക്കുന്ന ജോഡിയിൽ തെറ്റ. സ്വദേശാഭിമാനി പത്രം സ്ഥാപിച്ചത് വക്കം മൗലവി. ലണ്ടൻ മിഷൻ സൊസൈറ്റി മിഷണറി സംഘത്തിലെ കേരളത്തിലെ എവിടെ നിന്നാണ് പ്രവർത്തിച്ചത്? തിരുവിതാംകൂർ. വൈക്കം സത്യാഗ്രഹത്തോട് പിന്തുണ പ്രഖ്യാപിച്ച് മന്നത്ത് പത്മനാഭന്റെ സവർണ ജാഥ നവംബർ 1, 24. 1.25 കോടി മലയാളികൾ എന്ന ഗ്രന്ഥം EMS. 2024 നിലവിൽ വന്ന ലോക്സഭ 18. കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ. പഞ്ചശീല തത്വങ്ങളുമായി ബന്ധമില്ലാത്ത പ്രസ്താവന. ഓപ്ഷൻ സി. കാലഗണന ക്രമം അനുസരിച്ച് ക്രമീകരിക്കുക. ഇന്ത്യൻ ദേശീയ ബഹിരാകാശ ഗവേഷണ സമിതി നിലവിൽ വന്ന വർഷം 62. ഇന്ത്യൻ ISRO 69. ആര്യഭട്ട 75. ചന്ദ്രയാൻ 2008. ഫിലായ് സോവിയറ്റ് യൂണിയൻ. റൂർക്കല ജർമ്മനി. ദുർഗാപൂർ ബ്രിട്ടൻ. ബൊക്കാറോ റഷ്യ. ആസൂത്രണ കമ്മീഷൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ 1ാം പഞ്ചവത്സര പദ്ധതിയുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന. 21. 1, 3, 4. അണക്കെട്ടുകൾ ഇന്ത്യയുടെ വികസനത്തിന് മഹാക്ഷേത്രങ്ങളാണ്. ജവഹർലാൽ നെഹ്റു. നീതി ആയോഗിന്റെ ഇപ്പോഴത്തെ വൈസ് ചെയർമാൻ സുമൻ ബെറി. ചന്ദ്രയാൻ 3 ദക്ഷിണ ധ്രുവത്തിൽ ഇറങ്ങിയതെന്ന് 23 ഓഗസ്റ്റ് 23. ഇന്ത്യയുടെ കിഴക്കൻ മലനിരകളിൽ ഉൾപ്പെടുന്നത് കണ്ടെത്തുക. ഒന്നും രണ്ടും നാലും. ഹിമാദ്രി ഒഴിച്ച് ബാക്കിയെല്ലാം. ഇന്ത്യൻ പടിഞ്ഞാറൻ തീര സമതലം. ശരിയല്ലാത്തത്. ശരിയല്ലാത്തത്. ക്വസ്റ്റ്യൻ നോക്കിയിട്ട് വേണ്ടേ പറയാൻ. ശരിയല്ലാത്തത്. 2ഉം 4ഉം. നിക്കോബാർ സമൂഹവുമായി ബന്ധപ്പെട്ട പ്രസ്താവനയിൽ കണ്ടെത്തുക. രണ്ടും മൂന്നും. ഇന്ത്യയുടെ കിഴക്ക് തീരത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖങ്ങൾ. പാരദീപ്, ഹാൽഡിയ. ഏത് നദിയുടെ പോഷക നദിയാണ് തുംഗഭദ്ര? കൃഷ്ണ നദിയുടെ.
വെള്ളച്ചാട്ടങ്ങൾ, ജില്ലകൾ എന്നിവയുടെ പട്ടിക. ചീയപ്പാറ, പത്തനംതിട്ട. ശരിയല്ലാത്തത്. നദികളെ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. എല്ലാം ശരിയാണ്. ദേശീയോദ്യാനത്തെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയായത് കണ്ടെത്തുക. ഒന്ന്, രണ്ട്, നാല്. ജലവൈദ്യുത പദ്ധതികളെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവന. ഏതൊക്കെയാണ്? 33, 2, 4. കേരളത്തിലെ മലനാടുകളെ സംബന്ധിച്ച് പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ഒന്ന് മാത്രം. കേരള അത്ലറ്റുകളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം? ഒന്ന്, രണ്ട്, 4. മത്സ്യബന്ധന മേഖല. ശരിയായിട്ടുള്ളത് 2, 3. വന്യജീവി സങ്കേതം. ശരിയല്ലാത്തതാണ്. ഓക്കെ. കേരളത്തിന്റെ ഔദ്യോഗിക മത്സ്യം കരിമീൻ. മത്സ്യഫെഡിന്റെ ആസ്ഥാനം എവിടെ? തിരുവനന്തപുരം. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാർ. താഴെ പറയുന്നതിൽ കടൽ തീരമില്ലാത്ത ജില്ല. പത്തനംതിട്ട. ജലപാത 3. ചന്ദ്രയാൻ 3 ചന്ദ്രന്റെ ദക്ഷിണ ധ്രുവത്തിൽ സോഫ്റ്റ് ലാൻഡിംഗ് നടത്തിയത്. ഇപ്പോഴും ആ ചോദ്യം കണ്ടില്ലായിരുന്നു. ഓഗസ്റ്റ് 23. എഴുത്തച്ഛൻ പുരസ്കാരം 2023. SK വസന്തൻ. സംസ്ഥാനത്തെ സർക്കാർ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കുന്ന 1 മുതൽ 8 വരെയുള്ള പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പ് നൽകുന്ന പദ്ധതി 42. കെടാവിളക്ക്. അന്താരാഷ്ട്ര ഏകദിന ക്രിക്കറ്റിൽ 50 സെഞ്ചുറി നേടിയ ആദ്യ താരം കോഹ്ലി. തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല. വോട്ടർ പട്ടിക തയ്യാറാക്കൽ, തെരഞ്ഞെടുപ്പ് ചിഹ്നങ്ങൾ അനുവദിക്കൽ, വോട്ടിംഗ്, വോട്ടെണ്ണൽ, പെരുമാറ്റച്ചട്ട രൂപീകരണം. ഇവയെല്ലാം ശരിയാണ്. നാട്ടുരാജ്യങ്ങളിൽ സംയോജനവുമായി ബന്ധപ്പെട്ട് ലയന കരാർ. പട്ടേലും VP മേനോനും. ഖാരിഫ് വിള. നെല്ല്. ഇന്ത്യയിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന കാപ്പിക്കുരു അത് ക്യാൻസൽ ചെയ്തിട്ടുണ്ട് അല്ലേ? ISRO സ്ഥാപിച്ചു. മുംബൈയോടെ ചോദിച്ചിട്ടുണ്ട്. 69. യുനെസ്കോയുടെ സാഹിത്യ നഗര പട്ടികയിൽ ഇടം നേടിയ ഇന്ത്യയിലെ ആദ്യ നഗരം. 49. കോഴിക്കോട്. ഒക്ടോബറിൽ ജാതി സെൻസസ് പ്രസിദ്ധീകരിച്ചത് ബീഹാർ. ഏഷ്യൻ ഗെയിംസിൽ നേടിയ ആകെ മെഡലുകൾ ഇന്ന് നമ്മൾ ചോദിച്ചതിനകത്ത് ഉണ്ടായിരുന്നല്ലോ അത് 107. സൂര്യനെ കുറിച്ചുള്ള ദൗത്യം ആദിത്യ L1. ചെറിയ അസ്ഥി എവിടെ കാണപ്പെടുന്നു? ചെവിയില്. വൈറ്റമിൻ എയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം നിശാന്തത. ബെറിബറി. വൈറ്റമിൻ B. ഇതിന്റെ സ്ക്രീൻഷോട്ട് ഒന്ന് എടുത്തരോ? അല്ല വേണ്ട. ചില സമയം നമ്മൾ ഈ ക്വസ്റ്റ്യൻ തപ്പുമ്പോൾ കിട്ടത്തില്ല. അതുകൊണ്ട് എനിക്ക് കണക്റ്റഡ് പോയിന്റ് പഠിപ്പിക്കുമ്പോഴേ. ബുദ്ധിമാന്റെ നെല്ല് എന്നറിയപ്പെടുന്ന നെല്ലിനം ഏത്? പൊക്കാളി. കേരള വന ഗവേഷണ സ്ഥാപനം പീച്ചി. ആഹാര ശൃംഖലയിലെ ഒന്നാമത്തെ ട്രോപ്പിക തലത്തിലെ ജീവികൾ എപ്പോഴും ആരായിരിക്കും? ഉൽപാദകർ. മഴക്കാടുകൾ എന്ന പുസ്തകം എഴുതിയത് അരുൺ അലോഷ്യസ്. ഗുണനിലവാരം നിലനിർത്തി സവാള കൂടുതൽ കാലം കേടുകൂടാതെ സൂക്ഷിക്കാനുള്ള സംവിധാനത്തിന്റെ പേര്
സംവിധാനം കണ്ടെത്തിയ സ്ഥാപനത്തിന്റെ പേര് ബാർക്ക്. ശരിയായ പ്രസ്താവനകൾ. താപത്തിന്റെ SI യൂണിറ്റ് ജൂൾ. ശരി ആണ്. താപനിലയുടേത് കെൽവിൻ. തെറ്റായ ജോഡി. പവർ വാട്ട്, ഊർജം ജൂൾ, പ്രവൃത്തി ജൂൾ, ബലം പാസ്കൽ. 61 ഓപ്ഷൻ ഡി ബലം പാസ്കൽ. ബലത്തിന്റെ യൂണിറ്റ് എന്തുവാ? ന്യൂട്ടൺ. അലൂമിനിയത്തിന്റെ ധാതു 62 ക്രയോലൈറ്റ്. തെർമോപ്ലാസ്റ്റിക് ഉദാഹരണമല്ലാത്തത്. ഈ തെർമോപ്ലാസ്റ്റിക് ഒക്കെ പിന്നെ എത്ര എന്നുള്ളത്. ബേക്കലൈറ്റ്. കോൺവെക്സ് ലെൻസ് ഉപയോഗിച്ച് പരിഹരിക്കാവുന്ന കണ്ണിന്റെ ന്യൂനതകൾ ഏതെല്ലാം? ദീർഘദൃഷ്ടിയും വെള്ളെഴുത്തും. സെപ്റ്റീമിയാസ് അവാർഡ്സിൽ മികച്ച ഏഷ്യൻ നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് ടോബിനോ. 38ാമത് ദേശീയ സ്കൂൾ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിൽ വേദിയായ നഗരം? കോയമ്പത്തൂർ. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഡിഫ്തീരിയ ബാക്ടീരിയ മൂലം ഉണ്ടാവുന്നു. കൊതുകുകൾ വാഹകരായിട്ടുള്ള രോഗം 68. മലമ്പനി 69. ക്ഷയം BCG. അതിന്റെ എല്ലാം കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. ഇത് +2 ലെവൽ ക്വസ്റ്റ്യൻ പേപ്പർ ആണെന്ന് തോന്നുന്നു അല്ലെ. രക്തത്തിലെ ഹീമോഗ്ലോബിന്റെ നിർമ്മാണത്തിന് ആവശ്യമായ ഘടകം ഇരുമ്പ്. ജീവിതശൈലി രോഗമല്ലാത്തത് ഏത്? 71 ഹീമോഫീലിയ. ഇപ്പോഴും നമ്മൾ കണ്ടില്ല വേറെ ചോദ്യത്തിനാണ്. അവയവദാനവുമായി ബന്ധപ്പെട്ട പദ്ധതി? മൃതസഞ്ജീവനി. അശ്വമേധം, കുഷ്ഠം, നിപ്പ, വവ്വാൽ. ആതിഥേയം, ജനിതക സംവിധാനം, വൈറസ്. ആയുഷ് ഉൾപ്പെടാത്തത് അലോപ്പതി. എക്സൈസ് വകുപ്പുമായി ബന്ധപ്പെട്ടത് വിമുക്തി. സർക്കാർ ജീവനക്കാർക്ക് വേണ്ടിയുള്ള ഇൻഷുറൻസ് പദ്ധതി മെഡിസെപ്പ്. ശൈശവ വിവാഹം തടയുക പൊൻവാക്ക്. മൃതസഞ്ജീവനി മോഹൻലാൽ. ഓക്കെ, ഇപ്പം റിവിഷൻ ചെയ്തപ്പോ എല്ലാം കിട്ടിയോ? ഓക്കെ, അടുത്ത ദിവസം ഡേ 9 ആണ്. മൺഡേയില് 12 മണിക്കാണ് ക്ലാസ് വരുന്നത് കേട്ടോ. ഡേ 9 അത് ഞാൻ PDF ഷെയർ ചെയ്തേക്കാം. ഓക്കെ, താങ്ക് യു.